Ashley. Brought to you by E-Mountain Realty. അലകടലാകുമീ അനുഭവത്തീരമീ ജീവിതം നിഴലുകളായി നിൻ കൂടവേ തുടരുമീ യാത്രയിൽ എന്നുമേ അച്ഛനായി അമ്മയായി വാ പുണ്യമേ അഴലുകൾ അലകടലാകുമീ അനുഭവത്തീരമീ ജീവിതം നിഴലുകളായി നിൻ കൂടവേ തുടരുമീ യാത്രയിൽ എന്നുമേ. You got me smiling when I was crying and drew my tears away. You took my hand when I was falling and told me you're by my side. സ്നേഹമെന്ന മൂന്നക്ഷരം നിസ്വാർത്ഥമാകണം, ബന്ധമാകും ബന്ധനങ്ങൾ വിശ്വാസമാകണം. ഭൂമിയിൽ മക്കളായി വാ പുണ്യമേ. അഴലുകൾ അലകടലാകുമീ അനുഭവത്തീരമീ ജീവിതം നിഴലുകളായി നിൻ കൂടവേ തുടരുമീ യാത്രയിൽ എന്നുമേ. I'll never forget the joy of holding you as a newborn baby. You clasped my fingers, looked into my eyes, innocent and pure. വിശ്വമാകുമീ വേദിയിൽ വേഷങ്ങളാണു നാം, ജന്മമാകുമീ വീഥിയിൽ ദൃശ്യങ്ങളാണു നാം. സത്യമായി നിത്യമായി വാ സ്നേഹമേ. അഴലുകൾ അലകടലാകുമീ അനുഭവത്തീരമീ ജീവിതം നിഴലുകളായി നിൻ കൂടവേ തുടരുമീ യാത്രയിൽ എന്നുമേ. അച്ഛനായി അമ്മയായി വാ പുണ്യമേ. അഴലുകൾ അലകടലാകുമീ അനുഭവത്തീരമീ ജീവിതം നിഴലുകളായി നിൻ കൂടവേ തുടരുമീ യാത്രയിൽ എന്നുമേ. Mom, where's Dad? I don't know. ഞാൻ പള്ളി അടച്ചിട്ടേ വരത്തുള്ളായിരിക്കും. നിങ്ങൾ ആരെയും നോക്കി നിൽക്കുന്നേ? എല്ലാരും വീട്ടിൽ പോയി, നമ്മൾ മാത്രമേ ഉള്ളൂ. ഇനിയെങ്കിലും ഒന്ന് വാ.
ആഹാ, നിങ്ങൾ ഇവിടെ നിൽക്കുകയായിരുന്നോ? ഞാൻ വെച്ച് ബേസ്മെൻറ്റിൽ കാണുമായിരിക്കുമെന്ന്. എന്നാ പോവാ, വാ വാ. Dad, did you listen to the sermon today? പിന്നെ നല്ല കാര്യമായി. ആ സമയത്ത് പള്ളിക്കകത്തുണ്ടായിരുന്നു ചോദിച്ചു നോക്ക്. What's new to listen, Mom? It's the same thing over and over again. കൊള്ളാം. അപ്പനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു മോള്. Dad, in December they say Christ is born. In April they say Christ died for us. In between, they say He's coming again. എടി 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 എടി, ബൈബിളിലുള്ളതല്ലേ അച്ഛന് പ്രസംഗിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യേ, നീ ഒരു ബൈബിൾ അങ്ങ് എഴുതും. അല്ല പിന്നെ ഡാഡാ, എങ്ങോട്ടാ? ഇപ്പം ടി വി ഓൺ ചെയ്യണ്ട, മേളിൽ പോയി ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വാ. ലഞ്ച് കഴിക്കാൻ വാ നീ ആദ്യം. എല്ലാവർക്കും എന്തോ കഴിക്കാൻ വേണ്ടേ? എനിക്ക് pizza മതി. മോളെ നിനക്കോ? Don't we have chapati from yesterday, Mom? I'll eat that. ടോമച്ചാൻ എന്തോ വേണ്ടേ? ഇവിടെ എന്തൊക്കെയാണോ നോക്കട്ടെ, അത് കഴിഞ്ഞ് തീരുമാനിക്കാം. ഇവിടെ ഒന്നുമില്ല. ഞാൻ വല്ലതും വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന കാര്യമല്ലേ പറഞ്ഞു. ഇവിടെ ഇരുന്ന പഴയതെല്ലാം ഞാൻ എടുത്ത് കളഞ്ഞു. അത് ശരി, അപ്പൊ ഇവിടെ കഴിക്കാനൊന്നുമില്ലേ? നിന്റെ ആ വരവും ചോദ്യമൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനെന്താ വലിയ ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റിൽ ഇരിക്കുമായിരിക്കുമെന്ന്. എന്തൊക്കെയായിരുന്നു മെനു? പീച്ച, ചപ്പാത്തി. എടാ മോനെ, ഇനി ഇപ്പം എല്ലാവർക്കും ഒരു ഒറ്റ സെലക്ഷൻ മതി. ദാറ്റ് ഈസ് യുവർ ചോയ്സ് ആൻഡ് ദാറ്റ്സ് പീച്ച. എന്നും കുന്നൊരു പീച്ച. ആർക്ക് വേണം പീച്ച? അതാകുമ്പോഴേ എല്ലാവരുടെയും കാര്യം ഒരുമിച്ച് കഴിയും. എടാ മോനെ, പിന്നെ നിനക്ക് ഇഷ്ടമുള്ള രണ്ടെണ്ണം ഓർഡർ ചെയ്തോ, അതാ നല്ലത്. Ashley. Brought to you by E-Mountain Realty. In association with JK Auto Care LLC. Service that makes a difference. Johnny's Auto Body. A trusted auto body repair shop. Joseph M. Kunil, Attorney at Law.
global travel experts. അതെ, മോന്റെ ഹൗസ് വാമിങ് അടുത്തു. നമ്മൾ അവന് കൊടുക്കാന്ന് പറഞ്ഞ് കൊടുക്കണ്ടേ? എന്തായി ആ കാര്യം? ഒന്നും ശരിയാവുന്നില്ലല്ലോ. നാട്ടിലുള്ള പ്രോപ്പർട്ടി വിൽക്കണ്ടേ? ഇനി അത് വിറ്റാൽ തന്നെ എങ്ങനെ ഡോളറാക്കും? ആരെ വിശ്വസിക്കും? അതൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. അത് ഞാൻ ഈ മൗണ്ടൻ റിയാലിറ്റി ഏൽപ്പിച്ചു. അവരാകുമ്പോൾ ബയേഴ്സിനെ കണ്ടുപിടിക്കുന്ന മുതൽ എമൗണ്ട് ബാങ്കിൽ എത്തിക്കുന്നവരെയുള്ള കാര്യങ്ങൾ റിലയബിൾ ആയിട്ട് ചെയ്യും. ഓ, വലിയൊരു തലവേദന ഒഴിഞ്ഞു. E-Mountain Realty. Call us at 1-800-565-2444. Ashley. മോനെ, അവിടെ വല്ല കൂപ്പൺ ഉണ്ടോ നോക്കിയേ. I don't see any. You want me to order or not? ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. അവിടെ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഡീല. അത് പ്രത്യേകം ഒന്ന് പറഞ്ഞേക്കണം അവരോട്, അല്ലെങ്കിൽ അമ്മമാർ തരികയില്ല. പിസ ഞാൻ പിക്കോളാന്ന് പറ. അല്ലെങ്കിലേ അതിൻ്റെ വിലയൊക്കെ കൂടുതൽ ടിപ്പ് കൊടുക്കാൻ നിന്റെ മമ്മി പറയും. അങ്ങനെ അങ്ങോട്ട് ടിപ്പ് കൊടുത്താലേ കയ്യിലിരിക്കുന്ന കാശ് വേണം ടപ്പേന്ന് അങ്ങ് തീരും. നിങ്ങൾ എന്തിനാ മനുഷ്യ ഒരു ഞായറാഴ്ചയായിട്ട് എൻ്റെ അടുത്ത് വഴക്കിടാൻ വരുന്നേ? ഞാനന്ന് ഇവിടുത്തെ പൈസ എല്ലാം ചിലവാക്കി കളയുന്നേ. അല്ല, ഞാൻ പറഞ്ഞ ശരിയില്ലയോ? നിനക്കല്ലേലും കുറേ സെൻറ്റിമെൻറ്റ്സ് കൂടുതലാണ്, പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ കാര്യത്തിൽ. വഴി പാട്ടയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നവർക്ക് വരെ കാശ് കൊടുക്കാൻ പറയും, അല്ലയോ? അത് പിന്നെ അങ്ങനല്ലയോ? ഞാനേ ഒരു ഡോക്ടറാ. പേഷ്യൻസിനോട് മാത്രമല്ല എല്ലാവരോടും ഇത്തിരി സെന്റിമെന്റ്സ് കൂടുതലാ. അതുകൊണ്ടല്ലേ ഞാൻ ഈ പ്രൊഫഷൻ തിരഞ്ഞെടുത്തേ. നിങ്ങൾക്ക് പിശിക്കാനറിയാം, അതുകൊണ്ടല്ലേ നിങ്ങൾ അക്കൗണ്ടന്റ് ആയത്. അതിന് ഞാൻ നിന്റെ അടുത്ത് തമാശയ്ക്ക് ഒരു സത്യം പറഞ്ഞതില്ലയോ? നീ എന്തിനാ എത്ര കാര്യമായിട്ട് എടുക്കുന്നേ? അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയാ. ഏത് കാര്യമാ തമാശയാക്കാത്തത്? പറയാനുള്ളത് പറയും ചെയ്യും, എന്നിട്ട് പറയും തമാശയായിരുന്നു. നിങ്ങളൊരു വളിച്ച തമാശ. അയ്യോ, തമാശ വളിച്ചു പോയോ? എനിക്ക് അന്നേരെ അറിയായിരുന്നു. അതെ, ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കിയിരുന്ന അതാ വളിച്ചു പോയത്. Dad, do you want anything to drink? ഓ, ചുമ്മാ സോഡ ഒന്നും മേടിക്കണ്ട മോനെ, നമുക്ക് ഇച്ചിരി കാപ്പി ഉണ്ടാക്കാം. നിങ്ങളെ എന്നെ കുറ്റം പറഞ്ഞതല്ലയോ? തന്നെ ഉണ്ടാക്കിയാൽ മതി കാപ്പി, ഞാൻ ഉണ്ടാക്കത്തില്ല. എടി സൂസിയെ, അത് നീ തന്നെ ഉണ്ടാക്കാതെ നല്ലത്. ഞാൻ ഉണ്ടാക്കി ശരിയാത്തിരുന്നേ. അതെ സൂസി, നീ തന്നെ കാപ്പി ഇങ്ങോട്ട്, ഞാൻ അതിട്ട് ശരിയാകത്തില്ല. അങ്ങനാണെങ്കിലേ ഇന്ന് ഇവിടെ ആരും കാപ്പി കുടിക്കാൻ പോകുന്നില്ല. നീ അവിടെ നിൽക്കുമ്പോ ഞാൻ എന്തിനാ കാപ്പി ഉണ്ടാക്കുന്നേ? നീ തന്നെ ഉണ്ടാക്കുക. അത് പിന്നെ കാപ്പി ഉണ്ടാക്കുന്നത് ആണുങ്ങളുടെ പണിയാ. What's going on here? എടി മോളെ, നിന്റെ അമ്മ പറയുന്ന കേട്ടോ, കാപ്പി ഉണ്ടാക്കുന്ന ആണുങ്ങളുടെ പണിയാണ്. അത് പിന്നെ മമ്മി പറയുന്നത് ശരിയല്ലേ? It is men's job to make coffee. അത് നിനക്കെങ്ങനെ ഇത്ര കൃത്യമായിട്ട് അറിയാവുന്നേ? അറിയാനൊന്നുമില്ല ഡാഡ്. It is even in the Bible. എടി 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 ഞാനിത് 3ാമത്തെ തവണയാണ് ബൈബിൾ മുഴുവൻ വായിക്കുന്നത്. അതിനകത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. നീ ഇത് എവിടെ കണ്ടേ? ഒന്ന് കാണിച്ച്. എന്നാ കാണിക്കട്ടെ. Give me a minute. See, Hebrews. ഇത് എബ്രായ എന്നുള്ള ഇംഗ്ലീഷാ, ഹീബ്രൂസ്. Yeah. ഹീബ്രൂസ് എന്നുള്ള വാക്ക് രണ്ടായിട്ട് മുറിച്ച് എനിക്ക് പാര പണിയാൻ വരിക. ഇങ്ങനൊക്കെ ഓരോരുത്തരും മുറിച്ചാൽ കുറെ സഭകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതെ, ഇങ്ങനൊക്കെ ഇത്രയും കടന്നു ചിന്തിക്കാൻ നിനക്കിപ്പോ എത്ര വയസ്സായി? 22, Dad. അപ്പൊ നിന്റെ ഡാഡിക്കോ? 22. അതെന്തോ കണക്കാടി? ഷടാ, ഞാൻ ജനിച്ചപ്പോഴല്ലേ ഡാഡി ആയത്. എടി സൂസി, ആശ്രയുടെ കണക്ക് കേട്ടോ. അതിലെന്താ ഇത്ര തെറ്റ്? ഇനിയും ഞാൻ അറിയുന്നതിന് മുമ്പേ കാണും നിങ്ങൾ ഡാഡി ആയോ? ഇനി ഇവളെങ്ങാനും വല്ലതും അറിഞ്ഞു വെച്ചോണ്ടാണോ സംസാരിക്കുന്നത്? ഏതായാലും ഇത് ഇവിടെ വെച്ച് ഞങ്ങൾ നിർത്തുന്നത് നല്ലത്. എന്താ നിങ്ങൾ ഇത്ര ആലോചിക്കുന്നേ? മോക്ക് പറ്റിയൊരമ്മ. നിങ്ങൾക്കിനി യൂണിയനായിട്ട് എന്നെ കൊണ്ട് കാപ്പി ഇടിപ്പിച്ചാൽ മതിയാവുന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ കാപ്പി ഇങ്ങോട്ടേക്കാം. എന്ത് ചെയ്യാം, കാപ്പി കുടിച്ചല്ലേ പറ്റൂ. എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യും, നീ പോയ പിസാങ്ങി വിൽക്കേ. ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഡീല, അത് മറക്കരുത്. രണ്ടിന്റെ കാശ് കൊടുത്ത് ചുമ്മാങ്ങി വന്നേക്കല്ലേ. I'm not
gonna ask all that. I'll just give the amount they ask for and get the pizza. ഇതാ നിങ്ങളുടെയൊക്കെ കുഴപ്പം. പുളുപുളാന്ന് ഇംഗ്ലീഷ് പറയുമെങ്കിലും വല്ലതും കാര്യമായിട്ടൊന്ന് ചോദിച്ചാൽ ഒന്നും പറയത്തില്ല. ഞങ്ങളെയൊക്കെ നോക്കി കണ്ടുപിടിക്കും. നാട്ടിൽ ഗോലി കളിച്ചാൽ വളർന്നതെങ്കിലും ഇവിടുത്തുകാരോട് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട രീതിയിൽ പറയേണ്ട സമയത്ത് പറഞ്ഞ് ഞങ്ങൾ കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കും. അങ്ങനെ ഞങ്ങൾ. എടാ മോനെ, നീയുടെ ചേച്ചിയോട് പോയി പിസ്സ വയ്ക്കാനൊന്ന് പോയി. I'm not going. ആ ടിവിയുടെ മുമ്പിലേക്ക് അതാ കൊച്ചിന്റെ കൂടെ ഒന്ന് ചെല്ലടാ. Mom, I'm watching my favorite show. I'm not going. എന്നാ പിന്നെ നിങ്ങൾ തന്നെ അങ്ങ് ചെല്ല. ഡിയോച്ചേ, നീ പോകണ്ട, പപ്പ ഓക്കെയോളൂ. പിന്നെ പിസ്സ വാങ്ങിച്ചിട്ട് അവിടെ ആരോടും വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കരുത്, തണുത്തു പോവും. ഭർത്താവിന് എന്തൊരു വിശ്വാസം. Ashley. Brought to you by E-Mountain Realty. In association with JK Auto Care LLC. Service that makes a difference. Tanishka Jewelers. KCA Homes. Kashmir Gardens. ഐ എം ലാലു അലക്സ്. പേഴ്സണലായിട്ട് പറയുമല്ല, ഇത് പബ്ലിക്കാ. അതെ, ഇത്രയും നാൾ അമേരിക്കയിൽ കിടന്ന് കഷ്ടപ്പെട്ടില്ലേ, ഇനി സന്തോഷവും സമാധാനമുള്ള ഒരു റിട്ടയർമെൻറ്റ് ലൈഫ് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? KCAH presents KCA Homes, excellent retirement community located in Royce City, Texas. A peaceful retired living environment. KCA Homes will provide superb services at affordable prices. For more details, visit kcahomes.com or email info@kcahomes.com. Telephone 845-553-0879. KCAH presents KCA Homes. An excellent retirement community in the US. മോനെ ജോർജ് കുട്ടിയെ, ഇതൊക്കെ അങ്ങ് വെച്ചേര്. കുറച്ച് അച്ചാറും കൊടുമ്പുളിയും വറുത്തുപ്പേരിയുമാ എല്ലാം നമ്മുടെ പറമ്പയിലുണ്ടായാന്നേ. അമ്മാച്ചൻ എന്നാത്തിനാ ഇതെല്ലാം കെട്ടിപ്പറക്കി ഇങ്ങ് കൊണ്ടുവന്നേ? ഇതൊക്കെ അങ്ങ് അമേരിക്കയിൽ കിട്ടത്തില്ലല്ലോ കൊച്ചേ. അതപ്പ നന്നായേ. അവിടെ കാശ്മീർ ഗാർഡനിൽ കിട്ടാത്ത സാധനങ്ങളോ ഒന്ന് പറഞ്ഞു കൊടുത്തേരെ എന്റെ ചായ. അത് ശരിയാ അമ്മാച്ച, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സകല സാധനങ്ങളും ഇവിടത്തെക്കാളും ഫ്രഷ് ആയിട്ട് അവിടെ കാശ്മീർ ഗാർഡൻ സൂപ്പർ മാർക്കറ്റിൽ കിട്ടൂന്നേ. കാശ്മീർ ഗാർഡൻ, മലയാളിയുടെ മനസ്സറിയുന്ന സൂപ്പർ മാർക്കറ്റ്. Ashley. ഹലോ, എന്തൊക്കെയാണ് വിശേഷം? ഇന്ന് പള്ളി കണ്ടില്ല. ഇന്ന് വരാൻ പറ്റിയില്ല. ഇന്ന് മോളെ തിരിച്ചു ഡോർമിൽ കൊണ്ടുവിടാൻ പോണേ. അവൾക്ക് ഏതാണ്ടൊക്കെ സാധനം വാങ്ങിക്കണമെന്ന് പറഞ്ഞു. അതിന് രാവിലെ ഷോപ്പിംഗ് എന്ന് പറഞ്ഞ് ഇറങ്ങേണ്ടി വന്നു. അതുകൊണ്ട് പള്ളി വരാൻ പറ്റിയില്ല. മോടെ പഠിത്ത കാര്യമൊക്കെ എങ്ങനെയുണ്ട്? ആർക്കറിയാം, അവള് പറയുന്നതല്ലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂ. ഇതിനിടയ്ക്ക് പല വിഷയവും മാറിയതാ. എങ്ങനെയും ഒന്ന് തീർത്താൽ മതിയായിരുന്നു. പിള്ളേരുടെ പഠിത്ത കാര്യം ആരോട് ചോദിച്ചാലും ഇതൊക്കെ തന്നെ ഉത്തരം. ഒരുമാതിരി മലയാള സീരിയലിന്റെ കഥ പോലെ. ഒരാളെ ഇഷ്ടപ്പെടുന്നു, വേറൊരാളെ സ്നേഹിക്കുന്നു, ഇതിലെങ്ങും ഇല്ലാതിരുന്ന ഒരാളെ കല്യാണം കഴിക്കുന്നു. അവസാനം ഇതൊക്കെ കഴിഞ്ഞു വരുമ്പോഴത്തേക്കിനോ വർഷം 12 കഴിയും. പ്രത്യേകിച്ചൊന്നുമില്ല, പള്ളിന്നൊക്കെ വന്നു. മോള് മേളിലോട്ടെങ്ങാണ്ട് കേറിപ്പോയി. അവൻ പിന്നെ എവിടെ ഉണ്ടെന്ന് ചോദിക്കണോ? ആ ടിവിയുടെ മുമ്പിലെങ്ങാണ്ട് ഇരിപ്പുണ്ട്. എന്തിനാ എന്റെ കാര്യം അമ്മയോട് വിളിച്ചു പറയുന്നേ? നിന്റെ കാര്യമല്ലാതെ പിന്നെ ഞാൻ നാട്ടുകാരുടെ കാര്യം വിളിച്ചു പറയണോ? ഓ മതി മതി, ഈ മമ്മിയുടെ ഒരു കാര്യം. ഓ, അവന്റെ കാര്യം പറഞ്ഞ് അവന് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അവനോട് ചോദിച്ചിട്ടല്ലേ നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുന്നേ. പിള്ളേർ ടീനേജ് ആവുമ്പോഴത്തേക്ക് വരുന്ന ഒരു വ്യത്യാസമേ. ഓ, ഇത്തിരി കാപ്പി ഉണ്ടാക്കുമായിരുന്നു. ഇവിടെ കുക്ക് ചെയ്തതൊന്നും ഇരിപ്പില്ലായിരുന്നേ. അതുകൊണ്ട് ഇന്ന് പിസ്സ വാങ്ങിക്കാന്ന് വെച്ചു. ടോമിച്ചാൻ പിസ്സ വാങ്ങിക്കാൻ പോയിക്കുവാ. അപ്പോൾ അതിന്റെ കൂടെ ഇത്തിരി കാപ്പി ഇടുവായിരുന്നേ. എന്നും കുന്നു
ഇന്ന് എന്തുവാ കുക്ക് ചെയ്യുന്നേ? ഒരു ആന്റിയാ. മോനെ, ഡാഡി വന്നെന്ന് തോന്നുന്നു, ഒന്ന് പോയി നോക്കിയേ. Okay. അച്ഛാ വന്നെന്ന് തോന്നുന്നു. പിന്നെ വേറെ വിശേഷമൊന്നുമില്ലല്ലോ. ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ ഓക്കെ, എന്നാ ബൈ. Did you get the deal? Yeah, I got you. Like I said. എടി കുഞ്ഞെ, ഒരാൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിനക്ക് ആരാണെന്ന് അറിയണ്ടേ? നിനക്ക് എന്തിന്റെ കേടാ? ഞാനൊരു പിസ്സ മേടിക്കാൻ പോയപ്പോഴത്തേക്ക് അമ്മയും മോളും കൂടെ പിന്നെ തുടങ്ങിയോ? Dad, when I came down, she was on the phone with somebody. I just wanted to know who she's talking to. And she started yelling at me. അതിപ്പോ പറഞ്ഞിട്ട് നിനക്കെന്തോ ഇത്ര കാര്യം? I thought it was Anum auntie. ആണെങ്കിൽ എന്നെ കുറിച്ച് പറഞ്ഞതാണെന്ന് നോക്കിയതാ. നിന്നെ പറ്റി എന്താ ഇത്ര പറയാനിരിക്കുന്നേ? Cause ഇന്ന് പള്ളി വെച്ച് ആന്റി എന്നോട് ചോദിക്കുക, എന്താ നമ്മുടെ കല്യാണ കാര്യങ്ങള്, എന്നാ ഞങ്ങൾക്കൊരു ഫുഡ് തരുന്നത്? എന്നിട്ട് നീ എന്താ പറഞ്ഞു? ഞാൻ പറഞ്ഞു ഫുഡ് വേണം, വീഡിയോ ഒന്ന് കഴിക്കാൻ. എടി, നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ അവരങ്ങനൊക്കെ പറഞ്ഞത്. നീ എന്തിനാ അങ്ങനൊക്കെ അങ്ങോട്ട് പറയാൻ തുടങ്ങിയത്? I asked her like a joke. അവരെന്തിനാ എന്നെ കുറിച്ച് തിരക്കുന്നത്? She has 2 daughters. I have never heard my parents asking such questions to them. മതി മതി, ഈ ചർച്ച ഇവിടെ നിർത്താം. പിസ്സ ഇരുന്ന് തണുക്കുന്നു. ഡാ മോനെ, 2 പ്ലേറ്റ് ഇനി എടുത്തോണ്ട് വാടാ. എടാ മോനെ, വാ വന്ന് പിസ്സ എടുക്ക്. ഓ, അവനെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല, അവൻ വന്നെടുത്തോളൂ. മോളെ, നമ്മുടെ കൾച്ചർ ഇങ്ങനെ, നമ്മളുടെ ജീവിതവും പ്രവർത്തിയൊക്കെ മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കുമെന്ന് നമ്മൾ നോക്കും. നമ്മളെല്ലാവരും നമ്മളുടെ കമ്മ്യൂണിറ്റിയുടെ ഒരു വെൽവിഷറാണ്. അതുകൊണ്ടാ ആന്റി നിന്നോട് നിന്റെ കല്യാണക്കാരത്തെ പറ്റി ചോദിച്ചത്, അല്ല നിന്നോട് വഴക്കിടാനൊന്നുമല്ല. I don't think so, Dad. മല്ലൂസ് അങ്ങനെയാണ്. They don't care about their own business. പക്ഷെ ഒളിഞ്ഞു നോക്കും. മറ്റുള്ളവരെങ്ങനാ, അവരുടെ വീട്ടിൽ ആരൊക്കെ വരുന്നു. Is this a kind of social caring you mean, Dad? ഡി, നീ ഇച്ചിരി കൂടുന്നുണ്ട് കേട്ടോ. What did I say wrong? നീ നിർത്ത്. ഒരു കാര്യം സമാധാനമായിട്ട് പറയാൻ പറ്റുകയില്ല. ഈ പെണ്ണുങ്ങളൊക്കെ കണക്കാം. പിന്നെ നിങ്ങളങ്ങ് സയൻസാ. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞെന്ന് വെച്ച് നിനക്ക് എന്താ ഇത്ര നഷ്ടം? Mom, it's not about നഷ്ടം. എനിക്കാരും എന്നെ കൺട്രോൾ ചെയ്യുന്നത് ഇഷ്ടമല്ല. I let my mom and dad though. I control you too. നീ പോടാ. ഇപ്പൊ ആരാ ഇങ്ങോട്ട് വരാം? ഇപ്പൊ ആരാണാവോ? എടാ മോനെ, ഒന്ന് പോയി നോക്കിയേ. നോക്കിയിട്ട് തുറക്കാം കേട്ടോ. I'll check.